Dear students, very good morning all. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലാസ്റ്റ് ക്ലാസ്സിൽ എൻഡ് ചെയ്തിട്ടുള്ള ബ്രാഞ്ച് അക്കൗണ്ടിലെ ഡെറ്റർ സിസ്റ്റം പ്രകാരം എങ്ങനെയാണ് ജേണൽ എൻട്രീസ് റൈറ്റ് ചെയ്യുക, ദെൻ എങ്ങനെ ബ്രാഞ്ച് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, സാധാരണഗതിയിൽ ഈ ഡെറ്റർ സിസ്റ്റം പ്രകാരമുള്ള ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് ചോദിക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു ജേണൽ എൻട്രീസ് കൃത്യമായി ഓർത്ത് വെക്കുക. ബൈഹാർട്ട് ചെയ്യണം എന്നല്ല പറയുന്നത്, പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട് തിങ്ക് ചെയ്യുക. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ജേണൽ എൻട്രി എഴുതുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഡെറ്റർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ, അണ്ടർ ദിസ് മെത്തേഡ് ഹെഡ് ഓഫീസ് ഓപ്പൺസ് ഓൺലി വൺ അക്കൗണ്ട് ഫോർ ഈച്ച് ബ്രാഞ്ച് ഈസ് കോൾഡ് ബ്രാഞ്ച് അക്കൗണ്ട്. അപ്പോൾ ഹെഡ് ഓഫീസ് ആണ് അക്കൗണ്ട് കീപ്പ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിലാണ് ഈ ഡെറ്റർ സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഹെഡ് ഓഫീസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഓരോ ബ്രാഞ്ചും വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഹെഡ് ഓഫീസാണ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. അപ്പോൾ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഹെഡ് ഓഫീസ് യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഡെറ്റർ സിസ്റ്റം. ദെൻ ഈ ഡെറ്റർ സിസ്റ്റത്തിൽ എങ്ങനെയാണ് ജേണൽ എൻട്രീസ് റൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫോർമാറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഓപ്പണിംഗ് ബാലൻസ് ഓഫ് അസറ്റ്, ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ലാബിലിറ്റി, ക്ലോസിംഗ് ബാലൻസ് ഓഫ് അസറ്റ്സ്, ദെൻ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ലാബിലിറ്റീസ്. ഈ 4 ഹെഡ് ഇതിനുണ്ടായിരിക്കണം. അപ്പോൾ അത് ഓർത്തു വെക്കുക. ഒന്നാമത്തേത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് assets, first one. Then second one, opening balance of liabilities, opening balance of liabilities. The third one, closing balance of assets. Fourth one, closing balance of liabilities. 4 ഇവന്റായില്ലേ, ഓപ്പണിംഗ് ബാലൻസ് ഓഫ് അസറ്റ്സ്, ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ലാബിലിറ്റി, ക്ലോസിംഗ് ബാലൻസ് ഓഫ് അസറ്റ്സ് ആൻഡ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ലാബിലിറ്റി. ഫോർത്ത് വൺ. Then fifth one, goods sent to branch. Fifth one, goods sent to branch. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് എന്ത് ചെയ്യുന്നു, സെൻഡ് ചെയ്യുന്നു. അതുപോലെ ബ്രാഞ്ച് എക്സ്പെൻസ് ആരാണ് മീറ്റ് ചെയ്യുക, ഹെഡ് ഓഫീസ് ആണ് ബ്രാഞ്ച് എക്സ്പെൻസ് മീറ്റ് ചെയ്യുക. സോ സിക്സ്ത് വൺ, ബ്രാഞ്ച് എക്സ്പെൻസ് met by head office. Head office branch expense met ചെയ്യും. Then remittance by branch to head office. അതായത് ബ്രാഞ്ചിൽ നമ്മൾ ബിസിനസ് ട്രാൻസാക്ട് ചെയ്യുമ്പോൾ ബ്രാഞ്ചിൽ ക്യാഷ് കിട്ടും. ആ കിട്ടുന്ന ക്യാഷ് എന്താ ചെയ്യേണ്ടത്, ഹെഡ് ഓഫീസിന്റെ അക്കൗണ്ടിൽ അല്ലെങ്കിൽ ഹെഡ് ഓഫീസിന്റെ നെയിമിൽ ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തുകൊണ്ട് അതിൽ ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, ആ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കണം ഓരോ ബ്രാഞ്ചും. അതുകൊണ്ട് എന്ത് ചെയ്യണം, ബ്രാഞ്ചിൽ കിട്ടുന്ന ക്യാഷ് ഹെഡ് ഓഫീസിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ. സെവൻത് വൺ, ക്യാഷ് remitted by branch to head office. ഹെഡ് ഓഫീസിലേക്ക് ആ പറയുന്ന ക്യാഷ്, അതായത് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ക്യാഷ് എന്താണോ അത് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു, ഹെഡ് ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ദെൻ എയ്ത്ത് വൺ വരുന്നത് എന്താ വെച്ചാൽ, ഫോർ ട്രാൻസ്ഫർ ഓഫ് പ്രോഫിറ്റ് ഓഫ് ദി ബ്രാഞ്ച്. പ്രോഫിറ്റ് ഓഫ് ദി ബ്രാഞ്ച്, ട്രാൻസ്ഫർ ഓഫ് profit of the branch. Profit of the branch. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം ഓർത്ത് വെക്കുക. അതായത് എന്തിനാണ് ജേണൽ എൻട്രി എഴുതുന്നത്, ഏതൊക്കെ ആസ്പെക്റ്റിനാണ്. നമ്പർ വൺ, ഓപ്പണിംഗ് ബാലൻസ് ഓഫ് അസറ്റ്സ്. ആ ഒരു ബ്രാഞ്ചിലുള്ള ഓപ്പണിംഗ് ബാലൻസ് ഓഫ് അസറ്റ്സ് ആരാണ് റെക്കോർഡ് ചെയ്യുന്നത്, ഹെഡ് ഓഫീസ് ആണ്. അപ്പൊ ഇൻ ദ ബുക്സ് ഓഫ് ഹെഡ് ഓഫീസ്, ഹെഡ് ഓഫീസിന്റെ ബുക്കിലാണ് ഇത് റെക്കോർഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ബ്രാഞ്ചിലെ മാനേജറോ ബ്രാഞ്ചിലെ എംപ്ലോയീസോ അല്ല റെക്കോർഡ് ചെയ്യുന്നത്. ഹെഡ് ഓഫീസിലുള്ള മാനേജേഴ്സ് അല്ലെങ്കിൽ ഹെഡ് ഓഫീസിലുള്ള ക്ലർക്ക് അല്ലെങ്കിൽ ഹെഡ് ഓഫീസിലുള്ള അക്കൗണ്ടന്റ്, ഇവരാണ് എന്ത് ചെയ്യുന്നത്, ഈ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. അപ്പോൾ കാലിക്കറ്റിൽ ബ്രാഞ്ച് ഉണ്ടെങ്കിൽ കാലിക്കറ്റ് ബ്രാഞ്ചിന്റെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. കണ്ണൂർ ബ്രാഞ്ച് ഉണ്ടെങ്കിൽ കണ്ണൂർ ബ്രാഞ്ചിന്റെ. ഇതെല്ലാം എഴുതുന്നത് ആരാ, ഡൽഹിയിലാണ് ഹെഡ് ക്വാർട്ടർ എങ്കിൽ
ഡൽഹിയിലെ ഹെഡ്ക്വാർട്ടർ ആണ് ഈ പറയുന്ന കാലിക്കറ്റ് ബ്രാഞ്ചിന്റെയും കണ്ണൂർ ബ്രാഞ്ചിന്റെയും എറണാകുളം ബ്രാഞ്ചിന്റെയും അക്കൗണ്ട്സ് എന്ത് ചെയ്യുന്നത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. സോ അപ്പോൾ അവർ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് അസറ്റ്സ്, ഓരോ ബ്രാഞ്ചിലെയും ഓപ്പണിംഗ് ബാലൻസ് ഓഫ് അസറ്റ്സ്, then opening balance of liabilities, opening balance of liabilities, then closing balance of assets, closing balance of liability. അതായത് ഒരു അസറ്റ്സും ലയബിലിറ്റിയും ഓർത്ത് നോക്കുക, അതിന് ഓപ്പണിംഗ് ഉണ്ട് ക്ലോസിംഗ് ഉണ്ട്. ഓക്കെ, അപ്പൊ 4 ഇവന്റ് ആയി. അഞ്ചാമത്തത് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഇസ് ദ ജേണൽ എൻട്രി. ദെൻ ബ്രാഞ്ച് എക്സ്പെൻസ് മെറ്റ് ബൈ ഹെഡ് ഓഫീസ്. ഹെഡ് ഓഫീസിന് മാത്രമേ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പാടുള്ളൂ. എക്സെപ്ഷൻ കേസുകളിൽ ബ്രാഞ്ചിലെ മാനേജേഴ്സിന് പെറ്റി എക്സ്പെൻസസ്, വളരെ ഷോർട്ട് ആയിട്ടുള്ള പെറ്റി എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള ഒരു അവകാശം കൊടുക്കാറുണ്ട്. അല്ലാത്ത ഹ്യൂജ് ആയിട്ടുള്ള എല്ലാ എക്സ്പെൻസും മീറ്റ് ചെയ്യുന്നത് ആരാണ്? ഹെഡ് ഓഫീസ് ആണ്. ഓക്കെ, സോ ബ്രാഞ്ച് എക്സ്പെൻസ് മെറ്റ് ബൈ ഹെഡ് ഓഫീസ്. അപ്പൊ എന്തായിരിക്കും ജേണൽ എൻട്രി ഉണ്ടാവുക? ദെൻ ക്യാഷ് റെമിറ്റഡ് ബൈ ബ്രാഞ്ച് ടു ഹെഡ് ഓഫീസ്. അപ്പോൾ ബിസിനസ് നടത്തിക്കൊണ്ട് പോയതുകൊണ്ട് ബ്രാഞ്ചിൽ വന്നിട്ടുള്ള ക്യാഷ് എന്ത് ചെയ്യണം? ഹെഡ് ഓഫീസിന് സെൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഹെഡ് ഓഫീസിലേക്ക് ക്യാഷ് സെൻഡ് ചെയ്യുമ്പോൾ വാട്ട് ഇസ് ദ ജേണൽ എൻട്രി? ദെൻ 8th one, ട്രാൻസ്ഫർ ഓഫ് പ്രോഫിറ്റ് അറ്റ് ദ ബ്രാഞ്ച്. അപ്പോൾ ബ്രാഞ്ചിൽ ഉണ്ടായിട്ടുള്ള പ്രോഫിറ്റ് ഓർ ലോസ്, ഐദർ പ്രോഫിറ്റ് ആവാം അല്ലെങ്കിൽ ലോസ് ആവാം. ഇത് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് ജേണൽ എൻട്രി എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. അതായത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് അസറ്റ്സ്. അങ്ങനെ വാട്ട് ഈസ് ദ ജേണൽ എൻട്രി? എന്തായിരിക്കും ബാലൻസ്? ഓപ്പണിംഗ് ബാലൻസ് ഓഫ് അസറ്റ്. ഒരു ബ്രാഞ്ചിലെ അസറ്റ്, ഓപ്പണിംഗ് ബാലൻസ് അസറ്റ് കാണിക്കുന്നത് ഏത് രീതിയിലാണ്? അപ്പോൾ എന്തായിരിക്കും ഇതിന്റെ ജേണൽ എൻട്രി? എന്താ ചെയ്യുന്നത്? ഹെഡ് ഓഫീസ് ആണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഹെഡ് ഓഫീസ് എന്ത് ചെയ്തിട്ടുണ്ട്? ബ്രാഞ്ചിന് അസറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബ്രാഞ്ചിലാണ് അസറ്റ് കിടക്കുന്നത്. ഏത് ബ്രാഞ്ചിലാണോ അസറ്റ് കിടക്കുന്നത് ആ ബ്രാഞ്ചിനെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ കണ്ണൂർ ബ്രാഞ്ച് ആണെങ്കിൽ കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ. ദെൻ ഇപ്പോൾ തലശ്ശേരിയിലെ ബ്രാഞ്ചാണ്, അല്ലെങ്കിൽ എറണാകുളത്തെ ബ്രാഞ്ചാണ്, അല്ലെങ്കിൽ മദ്രാസിലെ ബ്രാഞ്ചാണ്. സോ മദ്രാസ് ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ. ഓക്കെ, അസറ്റ്സിന്റെ ഓപ്പണിംഗ് ബാലൻസ് കാണിക്കാൻ ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു വേരിയസ് അസറ്റ്സ്. വേരിയസ് അസറ്റ്സ് ഇത് ഏതിനാണ് റെക്കോർഡ് ചെയ്യുന്നത്? ഓപ്പണിംഗ് ബാലൻസ് ഓഫ് അസറ്റ്സ്. ഇപ്പൊ അസറ്റിന്റെ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാകുമ്പോൾ ജേണൽ എൻട്രി ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു വേരിയസ് അസറ്റ്സ്. ക്ലിയർ അല്ലേ? ദെൻ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ലയബിലിറ്റീസ്. എന്തായിരിക്കും ഓപ്പണിംഗ് ബാലൻസ് ഓഫ് അസറ്റ്സ് വന്നപ്പോൾ എന്താ ജേണൽ എൻട്രി ഉണ്ടായത്? ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു വേരിയസ് അസറ്റ്സ്. അപ്പൊ ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും ഏതില്? ബ്രാഞ്ചിന്റെ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ലയബിലിറ്റി ഉണ്ടാകുമ്പോൾ. എന്താണ് ലയബിലിറ്റി ഉണ്ടാവുക? ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവുക ബ്രാഞ്ച് ലയബിലിറ്റീസ് അക്കൗണ്ട് ഡെറ്റർ. ദാറ്റ് മീൻസ് വേരിയസ് ലയബിലിറ്റീസ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. ഓക്കെ, അതായത് അസറ്റിന്റെ കേസിൽ ബ്രാഞ്ച് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു. ദെൻ ലയബിലിറ്റീസിന്റെ കേസിൽ ബ്രാഞ്ച് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ജേണൽ എൻട്രി വേരിയസ് liabilities account debtor to branch. Second journal entry. Okay, then in ഇതിന്റെയൊക്കെ റിവേഴ്സ് എൻട്രി ആണ് വരിക. Then closing balance of assets. ഓപ്പണിംഗ് ബാലൻസ് ഓഫ് അസറ്റ് എന്താണോ അതിന്റെ റിവേഴ്സ് എൻട്രി ആണ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് അസറ്റ്സ് വരിക. അപ്പൊ എന്തായിരിക്കും വരിക? വേരിയസ് അസറ്റ് അക്കൗണ്ട് ഡെറ്റർ, various assets account debtor to branch account. Clear? Then what is the journal entry for closing balance of liability? Liabilities in the closing balance വരുമ്പോൾ opening balance of liability എന്താണോ അതിന്റെ റിവേഴ്സ് എൻട്രി ആണ് വരിക. എന്താണ് opening balance of liability? Various liabilities account debtor to branch. ഇവിടെ എന്താ വരിക? branch account debtor to various liabilities. Is it clear? Then goods sent to branch. ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് എന്ത് ചെയ്യാണ്? സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ബ്രാഞ്ച് എന്ത് ചെയ്യും? ആ ഗുഡ്സ് ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ബ്രാഞ്ചിൽ ഏത് ബ്രാഞ്ചിലേക്കാണോ ഗുഡ്സ് സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ആ ബ്രാഞ്ചിനെ ഡെബിറ്റ് ചെയ്യുന്നു.
Okay, so branch account debtor to goods sent to bank. Goods sent to branch. Goods sent to branch. Goods sent to branch എന്നുള്ളത് ജേണൽ എൻട്രി. ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ഏത് ബ്രാഞ്ചിലേക്കാണോ നമ്മൾ ഗുഡ്സ് സെൻഡ് ചെയ്തത് ആ ബ്രാഞ്ചിനെ ഡെബിറ്റ് ചെയ്യുന്നു. Then to goods sent to branch. Okay. Then branch expense met by head office. ബ്രാഞ്ചിലെ എക്സ്പെൻസ് ആരാണ് മീറ്റ് ചെയ്യുന്നത്? ഹെഡ് ഓഫീസ് ആണ് എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം? ഏത് ബ്രാഞ്ചിലേക്കാണോ എക്സ്പെൻസ് നമ്മൾ മീറ്റ് ചെയ്യുന്നത് ആ ബ്രാഞ്ചിനെ ഡെബിറ്റ് ചെയ്യുന്നു. എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നതുകൊണ്ട് സ്വാഭാവികമായും ക്യാഷിന്റെ വോളിയം കുറയും. ഓക്കെ, ബ്രാഞ്ച് എക്സ്പെൻസ് മെറ്റ് ബൈ ഹെഡ് ഓഫീസ്. Then what is the journal entry? Branch account debtor. Branch account debtor to cash or bank. സ്വാഭാവികമായും ചെക്കാണ് കൊടുക്കാറുള്ളത്. അതുകൊണ്ട് എല്ലായ്പ്പോഴും ബാങ്ക് എന്നാണ് ക്രെഡിറ്റ് ചെയ്യുക. ക്യാഷ് ട്രാൻസാക്ഷൻസ് ഇപ്പോൾ സ്വാഭാവികമായും റീസെൻ്റ്ലി ക്യാഷ് ട്രാൻസാക്ഷൻ ഒന്നുമില്ല, ഫുള്ള് എന്താ പറയുക ഇലക്ട്രോണിക് മണി പേയ്മെന്റ് ആണ്. ഓക്കെ, ഈ പേയ്മെന്റ് സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം? ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക്. Then seventh one, cash remitted by branch to head office. ഹെഡ് ഓഫീസിലേക്ക് എന്ത് ചെയ്യുന്നു? ബ്രാഞ്ചിൽ നിന്ന് ക്യാഷ് സെൻഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അതായത് ഓരോ തവണയും കിട്ടുന്ന എമൗണ്ട് എന്ത് ചെയ്യുന്നു? ഈ ബ്രാഞ്ച് എവിടേക്ക് കൊടുക്കും? ഹെഡ് ഓഫീസിലേക്ക് കൊടുക്കും. അപ്പോൾ സ്വാഭാവികമായും ഹെഡ് ഓഫീസിൽ ക്യാഷിന്റെ വോളിയം കൂടുകയാണ് ചെയ്യുക. ആരാണ് ക്യാഷ് സെൻഡ് ചെയ്ത് തന്നത്? ഏത് ബ്രാഞ്ചാണോ ആ ബ്രാഞ്ചിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, ക്യാഷ് കൂടും. അതായത് ഹെഡ് ഓഫീസ് ആണല്ലോ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം എന്തായി? ക്യാഷിന്റെ വോളിയം കൂടുകയാണ് ചെയ്യുന്നത്. സോ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. ഓക്കെ, ബ്രാഞ്ച് അക്കൗണ്ട് അതായത് ക്യാഷിന്റെ വോളിയം കൂടി, അതുകൊണ്ട് ക്യാഷ് ബാങ്കിനെ ഡെബിറ്റ് ചെയ്തു. ഏത് ബ്രാഞ്ചാണോ ക്യാഷ് സെൻഡ് ചെയ്തത് അതിനെ കുറിച്ചിട്ട് ക്രെഡിറ്റ് ചെയ്തു. ലാസ്റ്റ് വൺ, ട്രാൻസ്ഫർ ഓഫ് പ്രോഫിറ്റ് അറ്റ് ദ ബ്രാഞ്ച്. അതായത് ഓരോ ബ്രാഞ്ചും എന്ത് ചെയ്യുന്നുണ്ട്? പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റ് എന്താണോ അത് പ്രോഫിറ്റ് ആണെങ്കിൽ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഏതിനെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്? ബ്രാഞ്ച് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക. ഏത് ബ്രാഞ്ചിൽ നിന്നാണോ പ്രോഫിറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ആ ബ്രാഞ്ചിനെ ഡെബിറ്റ് ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന പ്രോഫിറ്റ് ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, ജേണൽ എൻട്രി ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? നമുക്കൊരു ഇതൊരു ഫോർമാറ്റിലേക്ക്, ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഫോർമാറ്റിലേക്ക് മാറ്റുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അണ്ടർസ്റ്റുഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഈ പറയുന്ന ഫാക്ട് തന്നെ, അതായത് ബ്രാഞ്ച് അക്കൗണ്ടിനെ ഡ്രോ ചെയ്യുന്നു. അതായത് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സിമ്പിൾ ആയിട്ട് ഒരു ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് വരും, ഒരു ലെഡ്ജർ ഫോർമാറ്റ്. ഓക്കെ, ലെഡ്ജർ ഫോർമാറ്റ് വരയ്ക്കുന്നു. അതായത് ഇവിടെ ഇതിന്റെ ഡെബിറ്റ് ആസ്പെക്ട്, ഇതിന്റെ ക്രെഡിറ്റ് ആസ്പെക്ട്. ഇപ്പൊ ഫസ്റ്റ് വണ്ണിൽ എന്തായിരുന്നത്? ഓപ്പണിംഗ് ബാലൻസ് ഓഫ് അസറ്റ്സ്, ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു വാരിയസ് അസറ്റ്സ്. ഇപ്പൊ ബ്രാഞ്ച് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു. അപ്പൊ അതിന്റെ മീനിങ് എന്താ? ഡെബിറ്റ് സൈഡിലാണ് റൈറ്റ് ചെയ്യേണ്ടത്. സോ ഇവിടെ എന്ത് ചെയ്തു? ടു വാരിയസ് അസറ്റ്സ്. ഓക്കെ, നമുക്കതിൽ ചെയ്ത് കാണിക്കാം. ഒരു ഫോർമാറ്റ് ഡെറ്റർ സിസ്റ്റം പ്രകാരം ബ്രാഞ്ച് അക്കൗണ്ട് ഡ്രോ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ക്ലിയർ ചെയ്യാം. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. ഒന്ന് പ്രാക്ടിക്കൽ ആയിട്ട് ഒരു സെക്കൻഡ് ചിന്തിച്ചാൽ മതി. വളരെ പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു ഏരിയയാണ് ഡെറ്റർ സിസ്റ്റം. ഹെഡിങ് കൊടുക്കുക ബ്രാഞ്ച് അക്കൗണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് ഹെഡിങ് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ എവിടെയും എന്ത് ചെയ്യാൻ പാടില്ല? ബ്രാഞ്ച് അക്കൗണ്ട് റൈറ്റ് ചെയ്യരുത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ എന്തായാലും ഓപ്പണിംഗ് ബാലൻസ് ഓഫ് അസറ്റ്സ് ആണ്. എന്താ ജേണൽ എൻട്രി ഉണ്ടാവുക? ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു വാരിയസ് അസറ്റ്സ്. ഓക്കെ,
to various assets. Various assets. First journal entry ആയല്ലോ, branch account debtor to various assets. Clear? Then second one എന്താ നമ്മൾ പറഞ്ഞിട്ടുള്ളത്, liabilitiesന്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ്. എന്താണ് liabilitiesന്റെ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവുക? ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്, അതായത് ബ്രാഞ്ചസിന്റെ various branch account debtor to various assets ആണ് അസറ്റ്സിന്റെ ഓപ്പണിംഗ് ബാലൻസ്. ലാബിലിറ്റീസിന്റെ ഓപ്പണിംഗ് ബാലൻസ് എന്താ വരിക? വാരിയസ് ലാബിലിറ്റീസ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച്. ഓക്കെ, സോ അപ്പൊ അവിടെ ബ്രാഞ്ചിന് ക്രെഡിറ്റ് ആണ് ചെയ്തത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ബൈ വാരിയസ് ലാബിലിറ്റീസ്. വാരിയസ് ലാബിലിറ്റീസ്. ഓക്കെ, ദെൻ ക്ലോസിംഗ് ബാലൻസ് ഓഫ് അസറ്റ്സ്. അപ്പൊ ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ ഇതിന്റെ ഡെബിറ്റ് സൈഡിലാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. സോ ക്ലോസിംഗ് ബാലൻസ് എന്ത് ചെയ്യണം? ഇവിടെ റൈറ്റ് ചെയ്യണം. ഇത് തന്നെയാണ് ജേണൽ എൻട്രി. എന്താ ജേണൽ എൻട്രി? വാരിയസ് അസറ്റ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച്. അപ്പൊ ബ്രാഞ്ചിന് എന്താ ചെയ്തത്? ക്രെഡിറ്റ് ചെയ്തേക്കാണ്. സോ ബൈ വാരിയസ് അസറ്റ്സ്. ഇത് എന്താണ്? ക്ലോസിംഗ് ബാലൻസ് ആണ്. ഇതുപോലെ എന്തുണ്ടാവും? ലാബിലിറ്റീസിന്റെ ക്ലോസിംഗ് ബാലൻസ് ഉണ്ടാവും. അപ്പൊ എന്താ ഉണ്ടാവുക? ബ്രാഞ്ചിനെ ഡെബിറ്റ് ചെയ്യണം, വാരിയസ് ലാബിലിറ്റീസിനെ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ വാരിയസ് ലാബിലിറ്റീസ്. ഓപ്പണിംഗ് ബാലൻസ് ഓഫ് അസറ്റ്സ്, ക്ലോസിംഗ് ബാലൻസ് ഓഫ് അസറ്റ്സ്, ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ലാബിലിറ്റി, ക്ലോസിംഗ് ബാലൻസ് ഓഫ് ലാബിലിറ്റീസ്. ക്ലിയർ അല്ലേ? 4 ഫാക്ടർ ഓക്കെ. അതായത് അസറ്റ്സ് ഇവിടെ ഓപ്പൺ ചെയ്തു, അതിന്റെ ക്ലോസിംഗ് ഇതിന്റെ ക്രെഡിറ്റ് സൈഡിൽ എൻഡ് പോർഷൻ ആയിട്ട് കൊടുത്തു. ഓക്കെ, then liabilities ഓപ്പണിംഗ് ക്രെഡിറ്റ് സൈഡ് കാണിച്ചു, ലാബിലിറ്റീസിന്റെ ക്ലോസിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിലെ എൻഡ് പോർഷൻ ആയിട്ട് കാണിച്ചു. ഓക്കെ, അപ്പൊ അസറ്റ്സും ലാബിലിറ്റീസും ഓപ്പണിംഗും ക്ലോസിംഗും നമ്മൾ റെക്കോർഡ് ചെയ്തു. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ഏത് ബ്രാഞ്ചിലേക്കാണോ വന്നത് ആ ബ്രാഞ്ചിനെ ഡെബിറ്റ് ചെയ്യണം. സോ ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ബ്രാഞ്ചിലേക്ക് സെൻഡ് ചെയ്ത ഗുഡ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യാനുള്ളത്? ഗുഡ്സ് സെൻഡ് ചെയ്തു. ഇനി എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത് ആരായിരിക്കും? ബ്രാഞ്ച് ആണ് എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത് ഹെഡ് ഓഫീസ് ആണ്. അപ്പോൾ സ്വാഭാവികമായി ഹെഡ് ഓഫീസിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് പോവാണ് ചെയ്യുന്നത് ആണല്ലോ. അപ്പോൾ ഏത് ബ്രാഞ്ചിലേക്കാണോ നമ്മൾ ക്യാഷ് അയച്ചു കൊടുക്കുന്നത്, ദാറ്റ് മീൻസ് എക്സ്പെൻസ് പെയ്ഡ് ബൈ ദ ഹെഡ് ഓഫീസ്. അപ്പോൾ ബ്രാഞ്ചിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. സോ ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് ഓർ ക്യാഷ്. എക്സ്പെൻസ് മീറ്റ് ചെയ്തത്. ഇനി എന്താണ്? ക്യാഷ് റെമിറ്റ് ബൈ ബ്രാഞ്ച്. ബ്രാഞ്ചിൽ നിന്ന് കിട്ടിയ പൈസ എന്ത് ചെയ്യും? ഹെഡ് ഓഫീസിലേക്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ അയച്ചു കൊടുക്കുമ്പോൾ ബാങ്കിന്റെ വോളിയം എവിടെ കൂടും? ഹെഡ് ഓഫീസിൽ കൂടും. അപ്പൊ എന്ത് ചെയ്യും? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് പറഞ്ഞാണ് റൈറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? ബ്രാഞ്ച് അക്കൗണ്ടിൽ ഇവിടെ എന്താ ചെയ്തത്? ക്രെഡിറ്റ് ആണ് ചെയ്തത്. സോ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ആ റെമിറ്റ് ചെയ്ത ഫണ്ട് എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്ത് കാണിച്ചു. ഓക്കെ, ഇനി അടുത്ത ഫാക്ട് എന്താ? അപ്പോൾ ഫസ്റ്റ് വൺ, ദെൻ സെക്കൻഡ് വൺ, ദെൻ തേർഡ് വൺ, ഫോർത്ത് വൺ, ഫിഫ്ത്ത്, ദെൻ സിക്സ്ത്, സെവൻത്ത് വൺ എന്താ പറയുന്നത്? എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത് നമ്മൾ റൈറ്റ് ചെയ്തു. അതുപോലെ ഗുഡ്സ് സെൻഡ് ചെയ്യുന്നത് റൈറ്റ് ചെയ്തു. ദെൻ ബ്രാഞ്ചിലെ എന്താ പറയുക ഓപ്പണിംഗ് അസറ്റ്സ്, അതുപോലെ ക്ലോസിംഗ് അസറ്റ്സ്, ഓപ്പണിംഗ് ലാബിലിറ്റീസ്, അതുപോലെ ക്ലോസിംഗ് ലാബിലിറ്റീസ്. ദെൻ എക്സ്പെൻസ് പേ ചെയ്യുന്നത് റൈറ്റ് ചെയ്തു. 1 2 3 4 5 6 7. ദെൻ എയ്ത്ത് വൺ. ഇനി എയ്ത്ത് ഇവന്റ് ആണ്. എന്താണ് എയ്ത്ത് ഇവന്റ് ഉണ്ടാവുക? ഇത് തന്നെ ടാലി ചെയ്യുക. അതായത് ഡെബിറ്റ് സൈഡ് ആണോ ക്രെഡിറ്റ് സൈഡ് ആണോ കൂടുതൽ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നു. സ്വാഭാവികമായും പ്രോഫിറ്റ് ആയിരിക്കും ബ്രാഞ്ചിൽ ഉണ്ടാവുക. ഇൻ കേസ് ലോസ് വരികയാണെന്നുണ്ടെങ്കിൽ അതിന്റെ രീതിയിൽ ട്രീറ്റ് ചെയ്ത് പോകണം. ദെൻ പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? അത് ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. സോ ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ജനറൽ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട്. ഓക്കെ, ഇതാണ് സിമ്പിൾ ഫോർമാറ്റ്. എക്സ്പെൻസ്, അസറ്റ്സിന്റെ ഓപ്പണിംഗ്, അസറ്റ്സിന്റെ ക്ലോസിംഗ്, then liabilities into opening, liabilities into closing, then goods sent to branch, then expense made by branch, head office, and cash remitted by branch, and
പ്രോഫിറ്റ് ഓർ ലോസ് ട്രാൻസ്ഫർ ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ജേണൽ എൻട്രി ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് കൃത്യമായി ഓർത്ത് വെക്കുക. ജേണൽ എൻട്രി പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് റൈറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന ഫാക്റ്റ് ആണ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾ റൈറ്റ് ചെയ്ത് പോകുക. ഇസ് ക്ലിയർ? താങ്ക് യു.